പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2024 ആമേൻ സെപ്റ്റംബർ മാസം 10-ാം തീയതി ആമേൻ ചൊവ്വാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിനെ സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. എല്ലാവരും ചേർന്ന് അല്പസമയം കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, സ്തോത്രം 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 സ്തോത്രം. കർത്താവെ, കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് ഞങ്ങളെ കാത്തു പരിപാലിച്ചല്ലോ. അതിനായിട്ട് സ്തോത്രം 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 സ്തോത്രം. കർത്താവെ, രാത്രികാലം ഞങ്ങൾക്ക് നല്ല ഉറക്കം തന്നല്ലോ. അതിനായിട്ടും സ്തോത്രം 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 സ്തോത്രം. കർത്താവെ, ആരോഗ്യത്തോടെ കർത്താവ് ഞങ്ങളെ എഴുന്നേൽപ്പിച്ചല്ലോ. അതിനായിട്ടും സ്തോത്രം 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 സ്തോത്രം. കർത്താവെ, ഈ പകൽക്കാലം ക്രിസ്തയേശുവിൽ ഞങ്ങളെ ജയത്തോടെ നടത്തുന്ന ഞങ്ങളുടെ പിതാവിന് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം 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 സ്തോത്രം. കർത്താവെ, അങ്ങേക്ക് സ്തോത്രം, അങ്ങേക്ക് സ്തോത്രം, അങ്ങേക്ക് സ്തോത്രം, അങ്ങേക്ക് സ്തോത്രം. കർത്താവെ, ഈ പകൽക്കാലം കൈപിടിച്ച് നടത്തുന്ന ഞങ്ങളുടെ പിതാവിന് സ്തോത്രം. ആമേൻ ആമേൻ. ഒരനർത്ഥം ഞങ്ങൾക്ക് ഭവിക്കാതെ, ഒരു ബാധ ഞങ്ങളുടെ കൂടാരത്തിൽ കയറുവാൻ അനുവദിക്കാതെ, ഞങ്ങളുടെ സകല വഴികളിലും ഇന്ന് പകൽക്കാലം തൻ്റെ ദൂതന്മാരെ കൽപ്പിച്ചാക്കിയിരിക്കുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. ആമേൻ. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും ഞങ്ങളെ ബാധിക്കാതെ വണ്ണം അങ്ങയുടെ ചിറകിൻ്റെ മറവിൽ ഞങ്ങളെ മറച്ചിരിക്കുന്ന കൃപകൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. അപ്പാ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. അപ്പാ, ഞങ്ങളങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളങ്ങേ നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവെ, ഞങ്ങളോടുള്ള അങ്ങയുടെ ദയ വലുതാകിയാൽ സ്തോത്രം, അങ്ങയുടെ വിശ്വസ്തത വലുതാകിയാൽ സ്തോത്രം ചെയ്യുന്നു. കർത്താവിന് നന്ദി, കർത്താവിന് മഹത്വം, കർത്താവിന് മഹത്വം, കർത്താവിന് സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. കർത്താവിന് സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. 40-ാം സങ്കീർത്തനം അതിൻ്റെ 5-ാമത്തെ വാക്യം, എൻ്റെ ദൈവമായ യഹോവേ, അങ്ങ് ചെയ്ത പ്രവൃത്തികളും ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ വിചാരങ്ങളും വളരെയാകുന്നു. കർത്താവിനോട് സദൃശ്യനായി ആരുമില്ല. ഞാൻ അവയെ വിവരിച്ചു പ്രസ്താവിക്കുമായിരുന്നു, എന്നാൽ അവ എണ്ണിക്കൂടാതെ വണ്ണം അധികമായിരിക്കുന്നു. കരങ്ങൾ ഉയർത്താം. സന്തോഷത്തോടെ ഒന്നുകൂടെ സ്തോത്രം പറയാം. ഒന്നുകൂടെ കരങ്ങൾ ഉയർത്തിയിട്ട് കർത്താവിൽ നിന്ന് സ്തോത്രം പറഞ്ഞേ. അതേ കർത്താവെ, ഞങ്ങൾ നന്ദിയോടെ 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 അങ്ങേക്ക് സ്തോത്രം ചെയ്തു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥനയ്ക്കായിട്ട് ഏകാഗ്രപ്പെട്ടാട്ടെ. പിതാവേ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ പൊന്മുഖത്തേക്ക് നോക്കുന്നു. വിവിധ രാജ്യങ്ങളിൽ വിവിധ ടൈം സോണുകളിൽ ഒരുമിച്ച് ഞങ്ങൾക്ക് അങ്ങേ ആരാധിക്കുവാനും സ്തുതിക്കുവാനും തന്ന അവസരത്തിനായിട്ട് സ്തോത്രം. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. എല്ലാവരെയും ഞങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. എല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ. പ്രത്യേകിച്ച് കർത്താവെ, ഓരോരോ ആവശ്യങ്ങളിൽ ഭാരപ്പെട്ടിരിക്കുന്നവരുണ്ട്, വിവിധ ആവശ്യങ്ങളാൽ ഭാരപ്പെട്ടിരിക്കുന്നവരുണ്ട്. കർത്താവെ, ഇന്ന് അങ്ങയുടെ കരുണയുടെ കരം തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നീട്ടണമേ. അങ്ങയുടെ അത്ഭുതത്തിൻ്റെ കരം ഇന്ന് ഞങ്ങളുടെ കർത്താവെ ഓരോരുത്തർക്കും വേണ്ടി നീട്ടണമേ. യഹോവയുടെ ഭുജമേ ഉണരുക, ഉണരുക. യഹോവയുടെ ഭുജമേ ഉണരുക, ഉണരുക. അങ്ങ് വീര്യം പ്രവർത്തിക്കണം. അന്ന് ചെങ്കടലിൻ്റെ മധ്യത്തിൽ അത്ഭുതം ചെയ്തതുപോലെ, അന്ന് എരിഹോ മതിലിൻ്റെ അടുക്കൽ അത്ഭുതം ചെയ്തതുപോലെ, ഇന്ന് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അത്ഭുത പ്രവൃത്തികൾ സംഭവിക്കട്ടെ, അത്ഭുത പ്രവൃത്തികൾ സംഭവിക്കട്ടെ. നസ്രനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവിക അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവേ, വടിയുടെ സഹായത്താൽ നടക്കുന്നവർ, ക്രച്ചസിൻ്റെ സഹായത്താൽ നടക്കുന്നവരുണ്ട്. ആമേൻ ആമേൻ. വാക്കിംഗ് ഫ്രെയിം ഉപയോഗിച്ച് നടക്കുന്നവരുണ്ട്, വീൽ ചെയറിൽ നടക്കുന്നവരുണ്ട്. ഞങ്ങൾ ഇങ്ങനെയുള്ള പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നസ്രനായ യേശുവിൻ നാമത്തിൽ എല്ലാ ഏടുകളും മാറി സ്വതന്ത്രമായി നടക്കുവാൻ തക്കവണ്ണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ കാലുകളുടെ മേൽ ബലം വ്യാപരിക്കട്ടെ, നട്ടലിൻ്റെ മേൽ ജീവൻ വ്യാപരിക്കട്ടെ, കാലുകളുടെ മേൽ ബലം വ്യാപരിക്കട്ടെ, കാലിൻ്റെ മസിലുകൾ ശക്തി പ്രാപിക്കട്ടെ. ഒരിക്കലൂടെ ഞങ്ങൾ നട്ടലിനെ നോക്കി ജീവൻ ഡിക്ലെയർ ചെയ്യുന്നു, നട്ടലിനെ നോക്കി ജീവൻ ഡിക്ലെയർ ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ നട്ടലുകളുടെ മേൽ ദൈവത്തിൻ്റെ ജീവൻ വ്യാപരിക്കട്ടെ. കാലുകൾക്ക് ആരോഗ്യം വരട്ടെ. ഒരു സഹായവുമില്ലാതെ, പരസഹായമില്ലാതെ, ആമേൻ, വടിയുടെ സഹായമില്ലാതെ സ്വസ്ഥമായി നടക്കുവാനുള്ള ദൈവകൃപ കൊടുത്തിരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അത്ഭുതം നടന്നിരിക്കുന്നതിന് നന്ദി പറയുന്നു. അത്ഭുതം നടന്നിരിക്കുന്നതിന് നന്ദി പറയുന്നു. 2 കാലിലും അത്ഭുതം നടന്നിരിക്കുന്നതിന് സ്തോത്രം. ജോലിയില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ പ്രഭാതത്തിൽ വഴികളെ തുറന്നു കൊടുക്കണമേ. ബിസിനസ്സുകാരെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. അവരുടെ മേൽ കർത്താവിൻ്റെ അസാധാരണ ഫേവർ കാണുവാൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പല കാര്യങ്ങളും ആരംഭിച്ചിട്ട് ഒന്നും മുന്നോട്ട് പോകാതെ പാതി വഴിക്ക് നിൽക്കുന്ന അനേകരുണ്ടല്ലോ. ഇന്ന് പകൽ യേശുവിൻ നാമത്തിൽ അവർക്ക് വേണ്ടി ചില വാതിലുകൾ തുറക്കപ്പെടണം. അവർ ആമേൻ ആരംഭിച്ചത് കംപ്ലീറ്റ് ചെയ്യുവാൻ കർത്താവ് സഹായിക്കണം. പ്രത്യേകിച്ച് ഇന്ന് പ്രഭാതത്തിൽ കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. വിവാഹപ്രായമായ കുഞ്ഞുങ്ങളുടെ വിവാഹം തക്ക സമയത്ത് നടക്കട്ടെ. പ്രഗ്നൻസിയിലായിരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഞങ്ങളുടെ കരങ്ങളിൽ തരുന്നു.
നോർമൽ ഡെലിവറി കൊടുക്കണം, ആരോഗ്യവും സൗന്ദര്യവുമുള്ള കുഞ്ഞുങ്ങളെ കൊടുത്ത് കർത്താവ് അനുഗ്രഹിക്കുന്നതിനായിട്ട് സ്തോത്രം. ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേല ചെയ്യുന്നവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അങ്ങനെ മഹത്വം അവരിലൂടെ വെളിപ്പെടട്ടെ. അസാധാരണ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും അങ്ങനെ അഭിഷക്തന്മാരിലൂടെ ഈ ഭൂമി മുഴുവൻ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി പറയുന്നു, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ മറവിൽ നിങ്ങളെല്ലാവരെയും മറയ്ക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഇന്നലത്തെ മീറ്റിംഗ് അനുഗ്രഹിച്ച ദൈവത്തിന് നമുക്ക് സ്തോത്രം പറയാം. കൈകൾ ഉയർത്തി ഒരു പ്രാവശ്യം കൂടെ ഒന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നാളെ വൈകിട്ട് കർത്താവ് അനുവദിച്ചാൽ ഇന്ത്യൻ സമയം 9:30 നമ്മുടെ അടുത്ത മീറ്റിംഗ്. നാളെ നമ്മൾ പ്രത്യേകിച്ച് കുറച്ച് സമയം പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ടതായ പ്രാർത്ഥനാ വിഷയങ്ങൾ മാത്രം നിങ്ങൾ നാളെ അയച്ചാൽ മതി. നമുക്ക് നാളത്തെ മീറ്റിങ്ങിൽ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. എഫേസ്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 17, 18, 19 വാക്യങ്ങൾ നമ്മൾ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. അവിടെ അപ്പോസ്തലനായ പൗലോസ് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. നിങ്ങളെ ഓർത്തുകൊണ്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ തരേണ്ടതിനും നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് അവൻ്റെ വിളിയാനുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാധനം ഇന്നതെന്നും അവൻ്റെ ബലത്തിൻ വല്ലഭത്വത്തിൻ വ്യാപാരത്തിൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലുപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. അപ്പോസ്തലൻ ദൈവസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ആമേൻ. ദൈവസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇങ്ങനെ പറയുന്നത്, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവത്തിൻ്റെ പിതാവ് അവനുമായുള്ള നിങ്ങളുടെ ആഴത്തിലുള്ള അടുപ്പത്തിലൂടെ അവനെ അറിയാൻ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിൻ്റെയും ആമേൻ സമ്പത്ത് നിങ്ങൾക്ക് നൽകണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വിളിയുടെ പ്രത്യാശയുടെ പൂർണ്ണമായ വെളിപ്പാട് നിങ്ങൾ അനുഭവിക്കുന്നത് വരെ ദൈവത്തിൻ്റെ വെളിച്ചം നിങ്ങളുടെ ഭാവനയുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കട്ടെ. അവൻ്റെ വിളിയുടെ പ്രത്യാശയുടെ പൂർണ്ണമായ വെളിപ്പാട് നിങ്ങൾ അനുഭവിക്കുന്നത് വരെ അവൻ്റെ വിശുദ്ധമായ ഹല്ലേലൂയ അവൻ്റെ നാമത്തിൽ കണ്ടെത്തുന്ന ദൈവത്തിൻ്റെ മഹത്തായ അവകാശങ്ങൾ. അപ്പം ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഞാനതൊരു വേറൊരു ഇതിൽ വായിച്ചതാണ്. ഇവിടെ പറയുന്നത് ദൈവത്തിൻ്റെ ജ്ഞാനത്തെക്കുറിച്ചാണ് പറയുന്നത്. അതായത് സദൃശവാക്യത്തിൽ പറയുന്നുണ്ട്, ജ്ഞാനം തന്നെ പ്രധാനം, ആമേൻ, അത് സമ്പാദിക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ സ്പിരിറ്റ് ഓഫ് വിസ്ഡം അല്ലെങ്കിൽ ജ്ഞാനത്തിൻ്റെ ആത്മാവിൽ നമ്മൾ നിറയുവാൻ ആമേൻ അപ്പോസ്തലൻ പ്രാർത്ഥിക്കുമ്പോൾ എന്താ പ്രാർത്ഥിക്കുന്നത്? ആമേൻ, ആ ജ്ഞാനത്തിൻ്റെ വെളിപ്പാടിൻ്റെ ആത്മാവിനാൽ ആമേൻ. അപ്പം യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ യാഗത്തെക്കുറിച്ച് നമ്മൾ കൂടുതൽ അറിവുള്ളവരാകും തോറും ആമേൻ ആമേൻ എന്താ സംഭവിക്കുന്നറിയാമോ? നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അസാധാരണമായ ദൈവിക ഫേവർ അനുഭവിക്കുവാൻ കഴിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആമേൻ. ഇത് നമ്മൾ ഡെയിലി ബേസിസിൽ നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നത് കർത്താവേ അങ്ങനെ ചെയ്യണമേ, ഇങ്ങനെ ചെയ്യണമേ. പക്ഷേ അപ്പോസ്തലനോട് പ്രാർത്ഥിച്ച് കാണിക്കുക. അതായത് ജ്ഞാനത്തിൻ്റെ വെളിപ്പാടിൻ്റെ ആത്മാവിനാൽ നമ്മുടെ ഹൃദയത്തിൻ്റെ ദൃഷ്ടി പ്രകാശിപ്പിക്കണമെന്നും ആമേൻ ആമേൻ യേശുക്രിസ്തുവിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ അറിയുവാനും ആമേൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനം, യേശുക്രിസ്തുവിൻ്റെ ദൈവവും പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള ജ്ഞാനത്തിൻ്റെയും. അപ്പം നമ്മൾ പ്രാർത്ഥിക്കണം, കർത്താവേ ഞങ്ങൾക്ക് യേശുവിനെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ, യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തെ ഒരു വെളിപ്പാടായി ഞങ്ങളുടെ ഉള്ളിൽ വരുവാൻ. അപ്പം ഇത് വരുമ്പോൾ നമ്മുടെ ലൈഫ് മാറാൻ തുടങ്ങും, നമ്മുടെ ചിന്തകൾ മാറാൻ തുടങ്ങും, നമ്മുടെ അനുഭവങ്ങൾ മാറാൻ തുടങ്ങും. പുതിയ പുതിയ തലങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കുവാൻ കഴിയും. അതായത് നമുക്ക് നമ്മുടെ അവകാശങ്ങളിലേക്ക് നമുക്ക് വേഗത്തിൽ പ്രവേശിക്കുവാനും ആ ദൈവിക നിയോഗങ്ങളിൽ നമുക്ക് മുന്നേറുവാനും കഴിയും. സ്തോത്രം, ഹല്ലേലൂയ. ഇത് എഫേഷ്യൻ സഭയ്ക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. എഫേഷ്യൻ സഭയെന്ന് പറഞ്ഞാൽ വിശ്വാസികളുടെ കൂട്ടമാണ്. അവരുടെ ഉള്ളിൽ ഓൾറെഡി പരിശുദ്ധാത്മാവ് ഉള്ളവരാണ്. എന്നാൽ അപ്പോസ്തലൻ എന്തുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്? അവർക്ക് ജ്ഞാനത്തിൻ്റെ വെളിപ്പാടിൻ്റെ ആത്മാവിനെ കൊടുക്കണമെന്നും അവർക്ക് യേശുവിനെ കുറിച്ചുള്ള കൂടുതൽ വെളിപ്പാട് കൊടുക്കണമെന്നും. കാരണം ഈ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലിരിക്കുന്നെങ്കിലും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, നമ്മൾ അതിനായിട്ട് ആഗ്രഹിക്കുമ്പോൾ ആമേൻ ഹോളി സ്പിരിറ്റ് എന്ത് ചെയ്യും? നമ്മളിലൂടെ ഒഴുകുവാൻ തുടങ്ങും. ആ സ്പിരിറ്റ് ഓഫ് വിസ്ഡം ആൻഡ് റെവലേഷൻ, ജ്ഞാനവും വെളിപ്പാടും നമ്മളിലൂടെ ഒഴുകുവാൻ തുടങ്ങും. അപ്പോൾ ആത്മാവിൽ നമ്മൾ നയിക്കപ്പെടും. ഓരോ ദിവസവും ദൈവത്തിൻ്റെ ജ്ഞാനം നമ്മളിലൂടെ വെളിപ്പെടും. നമ്മൾ കൂടുതൽ ധൈര്യമുള്ളവരായി മാറും. ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുമ്പോൾ അവൻ നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങൾ ഇല്ലാതെയാകും. അവൻ നമ്മൾ ബുദ്ധിയും കഴിവും പരിജ്ഞാനവും ഉള്ളവരായിത്തീരും. മറ്റുള്ളവരുടെ നടുവിൽ ജോസഫിനെ പോലെ നമ്മൾ ദൈവത്തിൻ്റെ ജ്ഞാനം വെളിപ്പെടുത്തുന്നവരായിത്തീരും. അപ്പം ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുക, ദൈവമേ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനാൽ എൻ്റെ ഹൃദയദൃഷ്ടിയെ പ്രകാശിപ്പിക്കണം. അതെല്ലാവരും ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കണം. ഇന്ന് ഈ ലോകത്തിൽ
ആമേൻ, ദൈവമക്കൾ ദൈവിക ജ്ഞാനത്തിൽ എഴുന്നേക്കേണ്ട സമയമായി, ദൈവിക പരിജ്ഞാനത്തിൽ എഴുന്നേക്കേണ്ട സമയമായി, ദൈവിക ബുദ്ധിയും വിവേകവും ദൈവത്തിൻ്റെ മക്കളിലൂടെ ഒഴുകേണ്ട സമയമായി. ആമേൻ. ജോസഫ് രാജകൊട്ടാരത്തിൽ, ഫറവോന്റെ കൊട്ടാരത്തിൽ ആമേൻ എങ്ങനെ വിളങ്ങിയോ, ദാനിയേൽ എങ്ങനെ വിളങ്ങിയോ, അതുപോലെ ദൈവമക്കൾ വിളങ്ങേണ്ട സമയമായി. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കണം, കർത്താവേ, ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെ ആത്മാവിനാൽ എൻ്റെ ഹൃദയദൃഷ്ടിയെ പ്രകാശിപ്പിക്കണം. അവൻ ആ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ആ തികഞ്ഞ ബോധ്യം നമ്മുടെ ഉള്ളിൽ വരുവാനായിട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരും ദൈവത്തിൻ്റെ ജ്ഞാനാത്മാവിനാൽ നിറയട്ടെ, ജ്ഞാനത്തിൻ്റെ വെളിപ്പാടിൻ്റെ ആത്മാവിനാൽ ഇവർ ഇവർ ഹൃദയദൃഷ്ടി പ്രകാശിക്കപ്പെടട്ടെ. ഇവർ യേശുവിനെ കൂടുതൽ അടുത്തറിയുവാനും അവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ശക്തിയുടെ അളവറ്റ വലിപ്പം അറിയുവാനും കർത്താവ് സഹായിക്കണം. ഇവരിലൂടെ അത് വെളിപ്പെടട്ടെ. ഇവരുടെ എല്ലാ ഇടങ്ങളിലും ദൈവത്തിൻ്റെ ജ്ഞാനം വെളിപ്പെടുന്നതിന് സ്തോത്രം. ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവൃത്തികൾ സംഭവിക്കട്ടെ. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു.